ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോയിലും ഞാനൊരു ബുക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് നമുക്കറിയാം 20ഓളം മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് നമുക്ക് വളരെയധികം ആഴത്തിൽ അറിയേണ്ട ആവശ്യകതയുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെയുള്ളൊരു ബുക്കിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചോദ്യോത്തര രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ബുക്കിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം PSC എക്സാമുകൾക്ക് എസ്പെഷ്യലി ഭരണഘടന എന്ന ടോപ്പിക്കിനൊക്കെ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് UPSCൻ്റെ ഒരു പാറ്റേണും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിനോടൊക്കെ സിമിലർ ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ UPSCയിലെ വെബ്സൈറ്റുകളെയും അതുപോലെ തന്നെ നമുക്കറിയാം ലക്ഷ്മികാന്ത് അല്ലേ, ആ പുസ്തകത്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് മലയാളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ PSCയുടെ പ്രീവിയസ് ഇയർ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ സോഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ തയ്യാറാക്കിയിരുന്ന ചോദ്യോത്തര രൂപത്തിലുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന ചരിത്ര പശ്ചാത്തലം തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും, ഭരണഘടനാ നിർമ്മാണ സമിതി, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്ന ടോപ്പിക്, അതിലെ സബ് ടോപ്പിക്സ്, ഭരണഘടന എന്ന ആശയം, പട്ടികകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, യൂണിയനും ഭൂപ്രദേശവും, പൗരത്വം, മൗലിക അവകാശങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും, പിന്നെ നമ്മൾ സാധാരണ ബുക്കുകളിൽ അത്ര അധികം കണ്ടുവരാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കീഴ്ക്കോടതികൾ, ട്രൈബ്യൂണലുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, സഹകരണ സംഘങ്ങൾ, പട്ടിക, ഗോത്രവർഗ പ്രദേശങ്ങൾ, ഇതൊക്കെ സിലബസിൽ നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഭാഗങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ അത്ര അധികം ബുക്കിലൊന്നും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ, പൊതുസേവനങ്ങൾ, ഔദ്യോഗിക ഭാഷകൾ, അടിയന്തരാവസ്ഥ, പിന്നെ ഭരണഘടനാ ഭേദഗതി, സുപ്രധാന കോടതി വിധികൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം നമ്മൾ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബുക്കാണിത്. ഒരു മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കമ്പനി റൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തരവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും, ഇങ്ങനെയാണ് എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 480 രൂപയാണ്, ഷിപ്പിംഗ് ചാർജ് അടക്കം. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.